ഗുഡ് മോർണിംഗ് ഗൈസ്. ശ്രീനഗരത്തെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ദൂത് പത്രി. ഞാനും ഇതുവരെ പോയിട്ടില്ല, ഞാനും ഫസ്റ്റ് ടൈമാണ്, എല്ലാവരും ഫസ്റ്റ് ടൈമാണ്, നല്ല എക്സൈറ്റഡ് ആണ്. അപ്പോൾ ബിയോണ്ട് ദി ഫാസ്റ്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ 3 ഡേ ആയിട്ട് സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു, ഹോം സ്റ്റേ ആണ്. അപ്പോൾ ചെക്കൗട്ട് അടിക്കാൻ ടൈമായി. നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു സ്പോൺസേർഡ് ആണ്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്രീ സ്റ്റേ ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആക്കിത് ബ്രോ എന്നെല്ലാം നമുക്ക് എന്തായിരുന്നു സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് ചെക്കൗട്ട് അടിക്കും. നമ്മൾ നേരെ പോകുന്നുള്ളത് ഷാഫിഖാൻ്റെ അടുത്താണ്. മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിപാസ് ട്രാവൽസിൻ്റെ ഷാഫിക്ക മുമ്പ് വന്നിട്ടാകുമ്പോൾ 2 വീക്സ് ബാക്ക് വന്നിട്ടാകുമ്പോൾ അവരുടെ അടുത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ പ്രൊമോഷൻ കാര്യങ്ങളായിട്ട് സ്റ്റേ വന്നുകൊണ്ട് ഇവിടെ വന്നതാണ്, അല്ലെങ്കിൽ ഷാഫിഖാൻ്റെ അടുത്ത് തന്നെ പോകേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ ഷാഫിക്കാക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പോകുന്നത് ദൂത് പത്രിയാണ്, വാലി ഓഫ് മിൽക്കിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നുള്ളത്. ഞാനും ഫസ്റ്റ് ടൈം ആണ്, അതുകൊണ്ട് ഞാനും എക്സൈറ്റഡ് ആണ്. ഗുൽമർഗൊക്കെ കുറേ പോയിട്ടുണ്ടായിരുന്നു, എന്നെങ്കിലും ദൂത് പത്രി ഹോസ്റ്റ് റൈഡും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളതാണ്. ഇൻഷാല്ലാ എന്താണെന്ന് നോക്കാം. നമ്മൾ ഹോം സ്റ്റേന്ന് ചെക്കൗട്ട് അടിക്കുകയാണ്, പിന്നെ നേരെ അങ്ങോട്ട് പോകണം. ഇത് ഹോം സ്റ്റേ എന്ന് പറയുന്നത് നല്ല ഗ്രാമത്തിലാണല്ലോ, ഹർവൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ദാൽ ലേക്കിൻ്റെ അവിടെ നിന്ന് തന്നെ ഒരു 18 കിലോമീറ്റർ ഒക്കെ ഉണ്ട്. നമ്മൾ ഓട്ടോയിൽ വരുന്ന 2 hours ഒക്കെ എടുക്കുന്നത്, അത്ര ഇതാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ നേരെ ദാൽ ലേക്കിന് അവിടെ തന്നെ പോകുന്നതാണ്. ഷാഫിഖാൻ്റെ സ്ഥലം എവിടെയെന്ന് അറിയില്ല, നല്ല ഒരു ദാൽ ലേക്കിൻ്റെ അടുത്തായിട്ടുണ്ട് തന്നെ പ്ലേസ് ആണ്, കുറച്ചും കൂടി സിറ്റി പോലെ. അപ്പോൾ ശ്രീനഗറിൽ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ ഫ്ലോറൊക്കെ നനഞ്ഞിട്ടുണ്ട്, ഫുൾ സീനാണ്. സ്നോഫാൾ എക്സ്പെക്ട് ചെയ്യാം, നോക്കാം. ദൂത് പത്രിയിൽ കിട്ടുമെന്ന് തോന്നുന്നു, നല്ലൊരു സ്നോഫാൾ വരുന്ന പോലുള്ള ഒരു ഫീലുണ്ട്, നോക്കാം. പിന്നെ അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ക്യാബ് ഇപ്പോൾ വരും എന്നാണ് പറഞ്ഞത്, ഇന്നലത്തെ സെയിം ക്യാബാണ്. അവിടെ മേലെ നോക്കിയാൽ കാണാൻ പറ്റും, കോടൊക്കെ നിറഞ്ഞിട്ടുണ്ട് മലിൻ്റെ മേലെ. ഇന്ന് സ്നോഫാൾ എക്സ്പെക്ട് ചെയ്യാം, പിന്നെ നോക്കാം. ചെക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ബാഗ് അവിടെ ഉണ്ട്, ക്യാബിന് വെയിറ്റ് ചെയ്യുന്നുള്ളതാണ്. ഇതാ നമ്മളെ അലിബായി, ഇവിടുത്തെ കെയർ ടേക്കറാണ്. നല്ലൊരാളാണ്, നല്ല മനുഷ്യൻ, പാവം മനുഷ്യൻ. തിരിഞ്ഞേക്കുന്നത് വീഡിയോ ഇതാക്കുമ്പോൾ. നമ്മൾ ക്യാബ് വന്നിട്ടുണ്ട്, ഇന്നലത്തെ സെയിം ക്യാബാണ്. നമ്മൾ പോകുന്നു. നമ്മൾ ശ്രീനഗറിൽ നിന്ന് വിട്ടിട്ട് കുറച്ച് സമയമായി. നമ്മൾ ഇന്നലത്തെ അതേ ഡ്രൈവറാണ്, ഇന്നലത്തെ അതേ സീനു, ഇന്നലത്തെ അതേ കൂറ, ഇന്നലത്തെ അതേ മരം, ഇന്നലത്തെ അതേ കാർ. ഇന്ന് പോകുന്നത് ദൂത് പത്രിയാണ്. ദൂത് പത്രി എന്ന് പറഞ്ഞാൽ വാലി ഓഫ് മിൽക്ക്. ഷാഫിഖാൻ്റെ അടുത്ത് നമ്മൾ രാവിലെ പോകാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ബാഗും കാര്യങ്ങളെല്ലാം ഈ കാറിലൊരു പിടിച്ചോണ്ട് ഈവനിങ് പോകാമെന്ന് വിചാരിച്ചു. ഷാഫിഖ് എന്നിട്ട് അതാണ്. ഷാഫിഖാണ് ഞാൻ പറഞ്ഞു കാശ്മീർ എത്തിയിട്ടുണ്ട്, നീ എന്നെ വിളിക്കാണ്ട് കാശ്മീർ വന്നതാ, അങ്ങനെയാണ് ഷാഫിഖ് ചോദിച്ചത്. അതാണ് നമ്മളെ ഷാഫിക്ക. ബനിഹാൽ ബരാമുള്ള റൂട്ടിലെ റെയിൽ, സൊറാബർ പോർട്ടിക്കോ. നമുക്ക് നാളെ സ്റ്റേ ആക്കിയാൽ നമസ്കാരം, പെട്ടെന്ന് ഇവിടെ ഓക്കെ. നേരെ പോയാൽ എയർപോർട്ട് എത്തും, തിരിഞ്ഞാൽ നമ്മൾ പോകുന്നുള്ളത് എവിടേക്ക്? ദൂത് പത്രിക്ക് 38 കിലോമീറ്റേഴ്സ് ആണ്. ഗുഡ്ഗാമിലെ കാറ് ഏതോ റെയിൽവേ സ്റ്റേഷനിലേക്ക് എടുത്ത് എത്രയോ ഉണ്ട്. കാശ്മീരി ഗ്രാമങ്ങൾ കാണാം. നമ്മളെ സിറ്റിയിലും സർവൻ്റെ കാണും. കാശ്മീരി വീടുകൾ കാണാൻ പറ്റും, കാശ്മീരി ഷോപ്പുകൾ കാണാൻ പറ്റും. ഫുൾ ഗ്രാമത്തിലാണ് നമ്മൾ പോകുന്നുള്ളത്, കാശ്മീരി ഗ്രാമങ്ങൾ. ഇതൊരു എന്താ പറയുന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറി അങ്ങനത്തെ ഒന്നും. എയർപോർട്ട് ബാക്ക് സൈഡ്. അപ്പോൾ എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ എൻ്റെ എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡാണ്. ഞാൻ വെറുതെ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നൊക്കെ പറഞ്ഞു. അവിടെ പുലിനൊക്കെ ഫോട്ടോ ഉണ്ടായിരുന്നു, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ സിമ്മുണ്ട് നമ്മളൊക്കെ, ഫുൾ വാൾനട്ട് മരങ്ങൾ. വാൾനട്ട് മരങ്ങൾ, എല്ലാം വാൾനട്ട്. കാശ്മീരിലെ മരുഭൂമി, ദൂത് പത്രി വാലി ഓഫ് മരുഭൂമി. ആസ്കറിന്റെ കോമഡി പറഞ്ഞോ, ആസ്കറിന്റെ കോമഡി പറയടാ. ആസ്കറിന്റെ പേടിയാതെ, ആസ്കറിന്റെ പേടിയാ നിക്ക്. അതിലെന്തേ മരുഭൂമിയിലൂടെ യാത്ര. ഇതാണ് ശ്രീനഗർ എയർപോർട്ട്, ഏതോ ഒരു സൈഡാണ്.
ഇല്ലാത്ത ആപ്പിൾ തോട്ടങ്ങൾ. ഗൈസ്, കശ്മീരിലെ ഓർത്തോപ്പി 300 രൂപ. മഞ്ഞ് കണ്ട് ഗൈസ്, ഒരു തുള്ളി മഞ്ഞാണ് നമ്മൾ കണ്ടത്. നമ്മൾ ദൂത് പത്രി എത്താനായി ഒരു 10 കിലോമീറ്ററേ ഉള്ളൂ. സ്നോ കാര്യങ്ങളൊന്നും കാണുന്നില്ല, വലിയ മൗണ്ടെയിൻസ് ഒന്നും കാണുന്നില്ല. നോക്കാം നമുക്ക്. നല്ല നല്ല അരുവികളുണ്ട്, അരുവികൾ. യെസ്, ദേഖോ. നമ്മൾ ഒഫീഷ്യലി ദൂത് പത്രിയിലേക്ക് എൻട്രി ചെയ്ത്. എങ്ങനെയുണ്ട് അസ്കര? വന്നത് ഫുള്ള് എന്താ പറയുന്നത്, കശ്മീർ ഗ്രാമത്തിലൂടെയാണ് വന്നത്. 30-something kilometers അല്ലേ മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങിയാൽ ഒരു 30-something kilometers. ഫുൾ കശ്മീർ ഗ്രാമമാണ്. ഫുൾ എയർപോർട്ട് കാര്യങ്ങളൊക്കെ, എയർപോർട്ട് ബാക്കൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഫുൾ ഗ്രാമങ്ങൾ മാത്രം, ഫുൾ വീടുകളും ആപ്പിൾ തോട്ടങ്ങളും, ഫുൾ വൈബ്. ഗൈസ്, ദൂത് പത്രി വിചാരിച്ചേക്കാളും ഭയങ്കര രസമാണ്. എന്തൊരു വൈബ്, ഭയങ്കര വൈബ്. മഴയുണ്ട്, കോടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഫുൾ കോടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നും കാണാൻ പറ്റുന്നില്ല. പാർക്കിംഗ് ഏരിയയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. നോക്കാം, നല്ല വൈബാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എക്സ്പെക്ട് ചെയ്തേക്കാളും ഭയങ്കര ടോപ്പ്. ഫുൾ മഴയാണ്, അന്നെങ്കിലും വേറെ വൈബ്. ഇൻഫിനിറ്റ് വ്യൂ ആണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഫുൾ നല്ല സ്നോഫാള്, നല്ല അത്രല്ല എന്നെങ്കിലും നല്ല സ്നോഫാൾ. അപ്പൊ നമുക്ക് കുതിരെ കുറച്ച് ചോദിച്ചു നോക്കി. 1500 പറയുന്നുള്ളത്, അതിനോട്ട് കുറയുന്നില്ല. നല്ല ബാർഗൻ ചെയ്താൽ കുറയും. പിന്നെ കുതിര വേണ്ടെന്ന് വെച്ചാൽ നടന്നിട്ട് പോകാൻ ആകെ 2 കിലോമീറ്റർ അത്രേ ഉള്ളൂ. നടന്നിട്ട് പോവാന്ന് വിചാരിച്ച് നോക്കാം, കുറച്ചും കൂടി നടന്നു നോക്കാം എന്താന്നുള്ളത്. വൈബ്, നല്ല സ്നോ. കുറച്ച് ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. മുമ്പ് ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ചും കൂടി ക്ലിയർ ആവുന്നുണ്ട് വ്യൂ ഒക്കെ. അങ്ങനെ അസ്കറും മനാസിറും യാത്ര. ബൈ ബൈ, ടാറ്റാ. അങ്ങനെ അസ്കറും മനാസിറും ഗോഡയിൽ പോയി. നമ്മൾ ഇവിടെ എക്സ്പ്ലോർ ആക്കാൻ വിചാരിച്ച്. കുതിരയിൽ ഇരിക്കാനില്ല, കഴിഞ്ഞാൽ എന്നെ മടുത്തിന്. നമുക്ക് ഇവിടെ ഇങ്ങനെ കുറെ എക്സ്പ്ലോർ ആക്കാം. സീനായി ഫുള്ള് പോയിടാ. സ്നോഫോൾ വരും, അതിലോ വീണ്ടും സ്നോഫോൾ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഫുള്ളായി കോടെന്ന് പറഞ്ഞു വ്യൂ നോക്കിയാ കാണിച്ചതാ. ഒന്നും കാണാൻ പറ്റുന്നില്ല. നോക്കൂ ഗൈസ്, നിന്ന് നിപ്പിനാണ്. ഫുൾ കോട മൂടി, ഒന്നുമില്ല. അവിടെ വലിയ വലിയ മലകളുണ്ട്. വാ, നമ്മ ഇപ്പോ മരത്തിൻ്റെ അടുത്ത് നിന്നിട്ടുള്ളതാണ്. വെറുതെ ചുമ്മാ. ഗൈസ്, അങ്ങനെ സ്നോ പെയ്യാൻ തുടങ്ങി. സ്നോ ഫാളിങ് കാണുന്നുണ്ടോന്ന് അറിയില്ല, കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒന്നുമില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മള് താഴെ ഇറങ്ങി. അസ്കർ മനാസിർ തിരിച്ചെത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് അസ്കർ താഴെ? മസ്റ്റ് ട്രൈ എന്തായെങ്കിലും. ശരി ശരി. കുതിരയിൽ എന്തെങ്കിലും ഒരു റൈഡ് പോണം. വള്ളത്തിന്റെ ഇടയിലേക്ക് കുടിച്ചു, 2 മഞ്ഞിന്റെ ഇടയില് നടുവിലെ കൂടി നമ്മൾ പോണം. അതിന്റെ എക്സ്പീരിയൻസ് ആണ്. എന്തൊരു മജ. പക്ഷെ മറ്റേ വണ്ടിയില്ല, അത് ആരും ട്രൈ ആക്കാത്ത നിൽക്കുന്നതാണ് നല്ലത്. ഒരു കാര്യമില്ല, ഓട്ടിട്ട് പോകുന്നത് നമ്മൾ ബാക്കി ഇരിക്കുന്നത്. കുതിര എക്സ്പീരിയൻസ് ഇവിടെ വന്നെങ്കിൽ എന്താ എല്ലാരും ബാർഗൻ ചെയ്യാം. ബാർഗൻ ചെയ്തിട്ട് നമുക്ക് നമ്മളെ വിടാലോ. ഒരാളോട് നമ്മൾ ചോദിച്ചാ ഓരോ നമ്മളെ വിടാലോ. നമ്മളെ ബാക്കിൽ തന്നെ ഉണ്ടാവും. നമ്മ പറയുന്ന റേറ്റിന് കൊടുത്ത് ഓര് പറയുന്ന റേറ്റിന് കൊടുത്തെങ്കിൽ പിന്നെ മൂടി അത്ര തന്നെ. ഹെവി സ്നോഫാളാണ്. നമ്മള് തിരിച്ച് ഇതിൽ കയറി.
ഇവിടുന്ന് ദൂത്പത്രിക്ക് 2 കിലോമീറ്റർ ഉണ്ട്. ഇതാണ് പാർക്കിംഗ് ഏരിയ. നല്ല ബ്ലോക്കാണ്, നല്ല സ്നോഫാണ്, ഭയങ്കര ബ്ലോക്കാണ് ദൂത്പത്രി. അങ്ങനെ നമ്മള് ദൂത്പത്രിന്ന് തിരിച്ചിറങ്ങുകയാണ്. ഞാനും സിനും താഴെ പോയിട്ടുണ്ടായിരുന്നില്ല, ഇവർ രണ്ടുപേരും ഗോഡെടുത്ത് പോയി. അപ്പോൾ പോയിട്ട് നല്ലതാണ്, താഴെ റിവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ദൂത്പത്രി വരുന്നവർ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നിങ്ങളവിടെ പാർക്കിങ്ങിൻ്റെ അവിടെ കൊണ്ടിറക്കും കാർ. അപ്പോൾ ATV ഉണ്ടാവും, കുതിര ഉണ്ടാവും, ഹോസ് ഉണ്ടാവും. അപ്പോൾ ഹോസിനാണെങ്കിൽ 1500 ഒക്കെ പറയും. നമ്മളിപ്പോൾ ഇവർ പോയിട്ടുണ്ടായിരുന്നത് 500 അവർ കുറയ്ക്കുന്നില്ല, നമ്മളെ പഹൽഗാം പോലെ കുറയ്ക്കുന്നില്ല. അപ്പോൾ കഴിഞ്ഞത്ര ബാർഗെയിൻ ചെയ്യാം. ഇവർ പോയി 500 മുമ്പത്തേൽ വന്ന ഫ്രണ്ട്സ് പറഞ്ഞ 400 പറഞ്ഞ എത്ര ബാർഗെയിൻ ചെയ്യാം അത്ര തന്നെ കൊടുക്കാണ്ടിരിക്കാം. പിന്നെ ATV പറ്റുന്നത് എടുക്കാണ്ടിരിക്കാം. ഒരു സ്പീഡ് കൊണ്ടുപോകാം, നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ ഈ പാർക്കിങ്ങിൻ്റെ ഏരിയ ദൂത്പത്രിക്ക് 2 കിലോമീറ്റേഴ്സാണ് ഉള്ളത്. നടന്നു പോകുന്നവർക്കും നടന്നു പോവാം. നടന്നു പോകുന്നവർ ഷൂ എടുക്കുന്നത് നല്ലതായിരിക്കും. ഫുൾ ഇതാണ് എന്തുണ്ടാകുന്നത്, ഹോസിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഫുൾ ചെളിയാകുന്നുണ്ടാകുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ എന്താ വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതാണ്, പഹൽഗാം പോകുന്നേക്കാളും ബെസ്റ്റ് ഇവിടെയാണ്. എന്താ വെച്ചാൽ പഹൽഗാം ജസ്റ്റ് സൈറ്റ് സീങ്ങിന് പോകുന്ന ഹോസ് റൈഡ് പോകുന്ന ആൾക്കാർക്ക് ബെസ്റ്റ് ഇവിടെയാണ്. ഇവിടെ നല്ല ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പഹൽഗാം കിട്ടലുണ്ട്. പിന്നെ ഹോസ് നല്ല അഡ്വഞ്ചറസ്, നല്ല എക്സ്പീരിയൻസ് പഹൽഗാമാണ്. എന്ത് പറയുന്ന ബാക്കി കാര്യങ്ങൾ നാച്ചുറലും ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നല്ലത് ഇവിടെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുന്നത്. ഒന്നാമത് അടുത്താണ് ശ്രീനഗറിൽ നിന്ന് 60 സംതിങ് അല്ല 67 കിലോമീറ്ററിൽ. പഹൽഗാം ആണെങ്കിൽ 90 അതിൻ്റെ അടുത്തുണ്ട്. പിന്നെ അതല്ലാതെ നല്ല എക്സ്പീരിയൻസ് ആണ്. പഹൽഗാമിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടെയാണ്. ഇപ്പം നമ്മൾ തിരിച്ച് നമ്മളെ ശ്രീനഗർക്ക് പോകുന്നുണ്ട്. പറ്റുവാണെങ്കിൽ വേഗത്തുവാണെങ്കിൽ ശിക്കാർ റൈഡ് കൂടി ഇടണം, നോക്കാം. താഴെ എത്തിയിട്ടുണ്ട്. താഴെ ഇങ്ങനെ കുറേ ഫുഡിൻ്റെ ടെൻസ് കാണാൻ കുറേ ഉണ്ട്, അങ്ങോട്ടൊക്കെ കുറേ ഉണ്ട്. നമ്മൾ പിന്നെ നോമ്പായതുകൊണ്ട് ഒന്നും കഴിക്കാൻ നിൽക്കുന്നില്ല. നമ്മൾ ശ്രീനഗർ സിറ്റിക്ക് എത്തിയിട്ടുണ്ട്. 2 കിലോമീറ്റേഴ്സ് അത്രയേ ഉള്ളൂ. നല്ല മഴ പാറുന്നുണ്ട്, സ്നോഫാളിന് ചാൻസ് ഉണ്ട്. കിട്ടുമോ സ്കറ? കിട്ടുമോ? കിട്ടും. പക്ഷെ അത് പറഞ്ഞാലോ. നമ്മളങ്ങനെ ഷാഫിഖാൻ റൂമിലെത്തി, ഹോട്ടൽ ആയത്തിലേക്ക് എത്തി. നല്ല മഴയാണ് പുറത്ത്, അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഷാഫിക്ക പുറത്തുണ്ട്, താഴെയുണ്ട്. നമ്മൾ നിസ്കരിച്ചിട്ട് താഴെ ഇറങ്ങും. നമ്മൾ ജസ്റ്റ് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ്. ആ ലൊക്കേഷനിലാണ് നമ്മൾ റൂം വരുന്നുള്ളത്. നല്ല മഴയല്ല, ചെറിയ മഴയാണ് ശ്രീനഗർ. നല്ല തണുപ്പ്. സിനു ജാക്കറ്റ് ഗ്ലൗസ് എല്ലാം കിട്ടിയിരുന്നു. നല്ല തണുപ്പ്. നമ്മള് എന്ന് പറയുന്ന ഹർവന് പുറത്ത് വന്നത് ശ്രീനഗർ ദാൽ ലേക്കിന്റെ അടുത്ത് തന്നെയാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പൊ എന്തെല്ലാം കിട്ടുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ കാണുന്ന ഈ പള്ളിയിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ ഇഫ്താർ. പെട്ടെന്നായിരുന്നു ബാങ്ക് കൊടുക്കാനാവുമ്പോൾ അവിടെ ഷോപ്പിൽ കയറിയപ്പോൾ ഷോപ്പിൽ നിന്ന് ചോദിച്ച് പള്ളിയുണ്ടെന്ന് ചോദിച്ച് പെട്ടെന്ന് പള്ളി കയറി. നല്ല ഇഫ്താറായിരുന്നു. ഇവിടെ എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ പോലെ ഭയങ്കര ഒന്നുമില്ല, ചെറുതായിട്ട് ഒരു പഴം ഉണ്ടാവും, 3 പഴം ഉണ്ടാവും, പിന്നെ ഒരു വെള്ളം ഉണ്ടാവും, പിന്നെ ഒരു ജ്യൂസ് ഉണ്ടാവും, കഴിഞ്ഞ് അത്രയാണ്. നമ്മുടെ നാട്ടിൽ കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അതൊന്നും ഇവിടെ ഇല്ല. ഇനി നമ്മളെവിടെ വന്നേ? റൂമിൽ പോകുന്നല്ലേ? റൂമിൽ പോവാം. ഫുഡ് എന്തെങ്കിലും ആക്കണം, നോക്കാം. രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഞാൻ പുറത്ത് പോകാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഷാഫിഖാറിന് ഇവിടെ ഉണ്ട്, ഇവിടുന്ന് കഴിച്ചോന്ന് പറഞ്ഞു. അതാണ് ഷാഫിഖാന്റെ സ്നേഹം എന്ന് പറയുന്നത്, അതാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളിപ്പോൾ ഉള്ളത് ശ്രീനഗറിൽ തന്നെയാണ്, ദാൽ ലേക്ക്. ഇന്നലെ രാത്രി നേരെ കിടന്നുറങ്ങി, വീഡിയോ ഒന്നും എൻ്റെ ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇന്ന് അവസാനിപ്പിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എടുക്കുക, ലൈക്ക് എടുക്കുക, എല്ലാം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ദാൽ ലേക്കിലെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.